തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സ്ക്രീനിലെ സാക്ഷാൽ ഭാഷയെ വിറപ്പിച്ച ആ ക്രൂരനായ വില്ലൻ കേശവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഇൻവെസ്റ്റിഗേഷൻ ക്ലാസിക്കായ ഒരു CBI ഡയറി കുറിപ്പിൽ മമ്മൂട്ടിയുടെ സേതുരാമയ്യരെ അവസാന നിമിഷം വരെ വട്ടം കറക്കിയ അതിബുദ്ധിമാനായ മഹേഷ് ദാസ്. മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രം വിയറ്റ്നാം കോളനിയിൽ മോഹൻലാലും ചേർന്ന് നേരിടുന്ന തനി നാടൻ ഗുണ്ടയായ റാവുത്തർ. എന്നാൽ ഇതിനെല്ലാം മുൻപ് 80കളുടെ ഒടുവിൽ മലയാളത്തിലെ പെൺകുട്ടികളുടെ മനസ്സ് കവർന്ന അതിസുന്ദരനായ ഒരു ചോക്ലേറ്റ് നായകൻ. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ തൻ്റെതായ ഒരു സാമ്രാജ്യം പണിതുയർത്തിയ നടൻ ദേവന്റെ പേര് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ ചർച്ചകളിലുമൊക്കെ കത്തി നിൽക്കുകയാണ്. BJPയിലെ പദവികളും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളും തമിഴ്നാട്ടിൽ വിജയ് രൂപീകരിച്ച തമിഴക വെற்றிക്കഴകവുമായി ബന്ധപ്പെടുത്തി വരുന്ന പുതിയ അഭ്യൂഹങ്ങളും ഒരു വശത്ത് സജീവ ചർച്ചയാകുമ്പോൾ ആളുകൾ വീണ്ടും തിരയുന്നത് ഈ വ്യക്തിയെക്കുറിച്ചാണ്. ആരാണ് യഥാർത്ഥത്തിൽ ദേവൻ എന്ന നടൻ? ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി സ്വന്തം ആദ്യ സിനിമ പൊളിഞ്ഞ് കോടികളുടെ കടക്കണിയിൽ വീണ് ഒടുവിൽ അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന 400-ലധികം സിനിമകളിലെ പവർഫുൾ ആക്ടറിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയെ പോലും വെല്ലുന്ന ഒരു പക്ക ത്രില്ലറാണ്. തൃശൂർ ജില്ലയിലെ കാഞ്ഞാണിയിൽ പ്രശസ്ത സംവിധായകൻ രാമു കാര്യത്തിന്റെ അനന്തരവനായി ജനിച്ച ദേവന് സിനിമ എന്നത് തികച്ചും അപരിചിതമായ ഒരു മേഖലയൊന്നുമായിരുന്നില്ല. എങ്കിലും ചെറുപ്പകാലത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്നോ ഒരു താരമായി തിളങ്ങണമെന്നോ ഉള്ള യാതൊരുവിധ മോഹങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ലത്രേ. ബിസിനസ് മാനേജ്മെന്റ് പഠനത്തിന് ശേഷം ബിസിനസ് രംഗത്ത് സ്വന്തമായി ഒരു നിലയുറപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. സിനിമയോടുള്ള ഇഷ്ടവും കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തെ എത്തിച്ചത് ഒരു അഭിനേതാവായിട്ടല്ല, മറിച്ച് സിനിമയുടെ നിർമ്മാണ രംഗത്തേക്കാണ്. 1984 മലയാളത്തിലെ ഹിറ്റ് മേക്കർ ഹരിഹരന്റെ സംവിധാനത്തിൽ സാക്ഷാൽ പ്രേം നസീറും മധുവും ശ്രീവിധിയും അടക്കമുള്ള മുൻനിര താരങ്ങളെ അണിനിരത്തി വെള്ളം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ദേവൻ സിനിമാ ലോകത്തേക്ക് ആദ്യ ചുവടുവെക്കുന്നത്. എന്നാൽ ആ സ്വപ്നം ഒരു വൻ ദുരന്തമായി മാറി. സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു അത്രേ. ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും ആ ഒരൊറ്റ സിനിമ അദ്ദേഹത്തെ തള്ളിയിട്ടു. സ്വന്തം വീട്ടിൽ നിന്നും കടം കൊടുത്തവരിൽ നിന്നുമെല്ലാം കടുത്ത സമ്മർദ്ദങ്ങളും അവഹേളനങ്ങളും നേരിടേണ്ടി വന്ന ആ കാലഘട്ടം ദേവന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വരുമാനം കണ്ടെത്താനും ബാധ്യതകൾ വീട്ടി തീർക്കാനും അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക എന്നതായിരുന്നു. അങ്ങനെ 1985 കണ്ടെത്തൽ എന്ന ചിത്രത്തിലൂടെ ദേവൻ ഒരു നടനായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് നടന്നു കയറി. ആ വരവ് മലയാള സിനിമയിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. തുടക്കകാലത്ത് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് അക്കാലത്തെ ഏത് ജനപ്രിയ നായകന്മാരോടും കിടപിടിക്കുന്ന മാന്യമായ ലുക്കുള്ള സുന്ദരനായ ഒരു നായകനെയായിരുന്നു. സൈമൺ പീറ്റർ, നിനക്കു വേണ്ടി, ഊഴം, വിറ്റ്നസ് തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും ഇഷ്ടതാരമായി മാറി. സുമുഖനായ സൗമ്യനായ കാമുകൻ വേഷങ്ങളും തറവാട്ടു നന്മയുള്ള നായക കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് അക്കാലത്ത് വലിയൊരു ഫാൻ ബേസ് തന്നെ നേടിക്കൊടുത്തു. എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ ദേവന്റെ റേഞ്ച് മാറിയത് 90കളുടെ തുടക്കത്തോടെയാണ്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ മലയാള സിനിമയെ അടക്കി വാഴുന്ന കാലം. ഒരു സ്ഥിരം നായകനായി നിന്നാൽ കരിയറിന് പരിമിതികൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ദേവൻ എടുത്ത ഏറ്റവും വലിയ അല്ലെങ്കിൽ അധീരമായ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് മാറ്റിമറിച്ചത്. മലയാള സിനിമ അതുവരെ കണ്ടിരുന്ന വില്ലൻ സങ്കല്പങ്ങളെ തന്നെ അദ്ദേഹം അടിമുടി പൊളിച്ചെഴുതി. അതുവരെ മലയാളത്തിൽ വില്ലന്മാർ എന്നാൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അലറി വിളിക്കുന്ന നാടൻ ഗുണ്ടകളോ കള്ളക്കടത്തുകാരോ ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കോട്ടും സ്യൂട്ടും അണിഞ്ഞ് അതിമനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, കോർപ്പറേറ്റ് തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള മാന്യനായ വില്ലൻ അഥവാ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വില്ലൻ എന്ന കാറ്റഗറി മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ദേവനിലൂടെയാണ്. 1988 പുറത്തിറങ്ങിയ ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ചിത്രത്തിലെ
പ്രതിയായ മഹേഷ് ദാസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ച രീതി ഇന്നും മലയാളികൾ മറന്നിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ക്രൂരത പ്രകടിപ്പിക്കാതെ ശാന്തമായ മുഖഭാവത്തോടെയും കനത്ത ശബ്ദത്തോടെയും ആ കഥാപാത്രത്തിന് നൽകിയ മിടുക്ക അദ്ദേഹത്തെ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള നടനാക്കി മാറ്റി. തുടർന്ന് രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ ആക്ഷൻ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായി അദ്ദേഹം മാറി. തലസ്ഥാനം, ഏകലവ്യൻ, മാഫിയ, ഇന്ദ്രപ്രസ്ഥം, കിലുക്കാംപെട്ടി, വിയറ്റ്നാം കോളനി തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി വന്ന ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ ഏറ്റവും ശക്തനായ ക്യാരക്ടർ ആർട്ടിസ്റ്റായി ദേവൻ സ്വയം അടയാളപ്പെടുത്തി. മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതിഭ. തമിഴിലും തെലുങ്കിലും ദേവൻ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു. തമിഴ് സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ രജനികാന്തിന്റെ ഭാഷ എന്ന ചിത്രത്തിൽ കേശവൻ എന്ന പ്രതിനായക വേഷം ചെയ്തത് അദ്ദേഹം തെന്നിന്ത്യയൊട്ടാകെ തരംഗമാക്കാൻ കാരണമായി. കമലഹാസൻ, ചിരഞ്ജീവി, ബാലകൃഷ്ണ, വെങ്കടേഷ്, നാഗാർജുന തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും തുല്യ ശക്തിയുള്ള വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം കട്ടയ്ക്ക് നിന്നു. തമിഴിലും തെലുങ്കിലുമായി മാത്രം 100-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചത്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും സ്വന്തമായ നിലപാടുകളും സാമൂഹിക കാഴ്ചപ്പാടുകളും എപ്പോഴും തുറന്നു പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ദേവൻ. 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പിന്നീട് 2021 അദ്ദേഹം തന്റെ പാർട്ടിയെ BJPയിൽ ലയിപ്പിക്കുകയും പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രധാന ഭാരവാഹിയായി പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും വലിയ ചർച്ചയാകുന്നത് പുതിയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. BJP നേതൃത്വവുമായി അകലുന്നു എന്ന വാർത്തകൾക്കിടയിൽ തമിഴ്നാട്ടിൽ നടൻ വിജയ് തുടക്കം കുറിച്ച തമിഴക വെട്രിക്കടകം, അതായത് TVK, ദേവൻ ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്ന അഭ്യൂഹങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കത്തിപ്പടരുകയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ ജനപിന്തുണയും പരിചിതത്വവുമുള്ള ഒരു മുഖം എന്ന നിലയിൽ ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയ സെർച്ചുകളിൽ വലിയ തരംഗമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും വിവാദങ്ങളുടെയും അപ്പുറത്ത് ഒരു നടൻ എന്ന നിലയിൽ ദേവന്റെ ജീവിതം പരിശോധിച്ചാൽ ഏതൊരു കലാകാരനും പഠിക്കാൻ ഒരുപാടുണ്ട്. നായകനായി തിളങ്ങി നിന്ന ഒരു സമയത്ത് ഈഗോ മാറ്റിവെച്ച വില്ലൻ വേഷങ്ങൾ സ്വീകരിക്കാൻ കാണിച്ച ആ പ്രൊഫഷണലിസമാണ് അദ്ദേഹത്തെ ഇത്രയും കാലം നിലനിർത്തിയത് തന്നെ. ഒരു വില്ലൻ കഥാപാത്രത്തിനെ ഭയപ്പെടുത്താൻ അട്ടഹസിക്കുകയോ അമിതാഭിനയം കാട്ടുകയോ വേണ്ടതില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യമുള്ള ബാരിറ്റോൺ ശബ്ദവും തീക്ഷ്ണമായ നോട്ടവും വ്യത്യസ്തമായ ശരീരഭാഷയും വില്ലൻ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ചാരുത നൽകി. ആദ്യ സിനിമ തകർന്ന് കടക്കണിയിലായ ഒരു സാധാരണക്കാരനിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള അഭിനേതാവായി മാറിയ അദ്ദേഹത്തിന്റെ ആ പോരാട്ടം ഏതൊരു തോൽവിയിലും തളരാതെ നിൽക്കാനുള്ള വലിയൊരു അതിജീവന പാഠമാണ്. ചോക്ലേറ്റ് ഹീറോയിൽ തുടങ്ങി സ്റ്റൈലിഷ് വില്ലനിലേക്കും പിന്നീട് സ്വഭാവ നടനായും ടെലിവിഷൻ താരമായും തിളങ്ങിയ ദേവന്റെ കരിയർ ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ്. രാഷ്ട്രീയ നിലപാടുകളിലെ ശരിതെറ്റുകൾ എന്തു തന്നെയായാലും തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത ആഴത്തിലുള്ള ഒരു അടയാളം തന്നെയാണ് നടൻ ദേവൻ. 4 പതിറ്റാണ്ടിനിടയിൽ ദേവൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. ഭാഷയിലെ ക്രൂരനായ കേശവനാണോ, CBIയിലെ മഹേഷ് ദാസ് ആണോ, അതോ 80കളിലെ ആ സുമുഖനായ നായകനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.